ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما يلفظ من قول إلا لديه رقيب عتيد പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തുൽ ഖാഫിലെ 18-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു ഖലഖൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത് പറഞ്ഞത് അല്ലമഹുൽ ബയാൻ, മനുഷ്യന് നാം സംസാര ശേഷി നൽകി എന്നുള്ളതാണ്. അപ്പൊ ഇതര സൃഷ്ടികളെ അപേക്ഷിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ബന്ധം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് എടുത്തു പറയാൻ കഴിയുന്നത് സംസാര ശൈലിയാണ്, സംസാര കഴിവും സംസാര ശേഷിയുമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം സംസാരിക്കാനുള്ള കഴിവ്. വ ലിസാനൻ വ ശഫതൈനി, നമ്മുടെയൊക്കെ ശബ്ദം ഇത്ര വ്യക്തമായി പുറത്തേക്ക് വരാൻ പാകത്തിന് രണ്ട് ചുണ്ടുകൾക്കിടയിൽ ഒരു നാവിനെ സംവിധാനിക്കുക വഴി ഇത്ര ക്ലിയറായി സംസാരം ആശയവിനിമയം നടത്താൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചു. ഇത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന്റെ നിലയും വിലയും മനസ്സിലാക്കി അനുഗ്രഹമായതുകൊണ്ട് പരലോകത്ത് കൃത്യമായി ചോദ്യപ്പാടുണ്ടാകും എന്ന ബോധം നമ്മുടെ മനസ്സുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ സംസാരത്തിലും ചില മര്യാദകളുണ്ട്, സംസാരിക്കുവാൻ ചില സംസ്കാരങ്ങളുണ്ട്.
സംസാരിക്കുമ്പോൾ ചില ധർമ്മങ്ങൾ നമ്മുടെ പക്കൽ നിന്ന് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്തും എങ്ങനെയും എവിടെയും എങ്ങനെയും സംസാരിക്കാമെന്ന നിയന്ത്രണമില്ലാത്ത ഒരു അനുവദനീയമായ സംവിധാനം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന്റെ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള സംസ്കാരങ്ങൾ എന്തൊക്കെ പാലിക്കണം എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ വായ തുറക്കുമ്പോൾ, നാക്ക് അനക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ട ആയത്ത് ഏതാണ്? ഞാൻ ആമുഖമായി ഓതി വെച്ചതാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യരെ, നിങ്ങൾ എന്തു വേണമെങ്കിലും സംസാരിച്ചോ, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വഴങ്ങി കിട്ടാൻ പാകത്തിനാണ് നിങ്ങളുടെ നാവ്. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ നിങ്ങളുടെ നാവിന് പിന്നിലാണ്. നാവിന് പിന്നിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ അധികവും എന്നർത്ഥം. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചുണ്ടുകൾ അനക്കം, പുറത്തേക്ക് വരുന്ന ഓരോ ശബ്ദങ്ങളും കൃത്യമായി രേഖപ്പെടുത്താൻ രണ്ടുപേരെ ഞാൻ സംവിധാനിച്ചിട്ടുണ്ട്. തിരിച്ചറിയണം. ഒരാളെ മതി, ശരിക്കും ഒരാളെ മതി. അതിനു പുറമെ അല്ലാഹ് സംസാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സംസാരം കൃത്യമായി രേഖപ്പെടുത്താൻ രണ്ടുപേരെ. കാരണം ഇത് പരലോകത്ത് വരുമ്പോ വാദിക്കുകയും, അതാണ് വാദിച്ചു നോക്ക്, എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴേക്കും രണ്ടാളുകളെ നിരീക്ഷകന്മാർ കൃത്യമായി രേഖപ്പെടുത്തുന്ന ബോധ്യം ഒന്നുണ്ടായിരിക്കണം. രണ്ടാമത് ഖുർആൻ അവർ പറയുന്നതെല്ലാം ഞാൻ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നക്തുബുമാ ഖാലു, എന്തെല്ലാമാണോ പറയുന്നത് അതൊക്കെ ഞാൻ എഴുതി വയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ രണ്ട് നിരീക്ഷകന്മാർക്ക് പുറമെ കൃത്യമായ റെക്കോർഡിംഗ്, ഒരു ഡോക്യുമെന്റ് എന്ന രൂപത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുക, അപ്പൊ എഴുതി വയ്ക്കുകയാണ് നമ്മുടെ സംസാരങ്ങൾ. മൂന്നാമത് പറഞ്ഞു കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല. രേഖപ്പെടുത്തിയതും റെക്കോർഡ് ചെയ്തതും ഒക്കെ പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ വിചാരണയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾ ആലോചിക്കുക, ഈ 3 ആയത്തിന്റെ ഉള്ളിലാണ് നമുക്ക് പെർമിഷൻ ഉള്ളൂ എന്നർത്ഥം. ഒരു വിശ്വാസിക്ക് ഒന്ന്, നമ്മുടെ നിരീക്ഷകന്മാരെ നിരീക്ഷിക്കുന്നു, നമ്മുടേത് രേഖപ്പെടുത്തുന്നു, റെക്കോർഡ് ചെയ്യുന്നു. മാത്രമല്ല പരലോകത്ത് വരുമ്പോൾ ഇതിനൊക്കെ പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരും, മറുപടി പറയേണ്ടി വരും എന്ന ഈ 3 ഗൗരവപ്പെട്ട സംഗതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനേ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് അനുവദനീയമുള്ളൂ, പാടുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ആമുഖമായി അത് പറഞ്ഞത്. അതുകൊണ്ട് സംസാരങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഖുർആൻ ഏറ്റവും ഗൗരവ സംസാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഖുർആൻ ഒരുപാട് സ്ഥലത്ത്, ഏകദേശം 8ഓളം സ്ഥലങ്ങളിൽ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു ഉണർത്തിയ സംഗതി സംസാരത്തിന്റെ ടോൺ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ശൈലി, അതാണ് ഗൗരവം. എന്തെല്ലാം സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് വേറെ പറയുന്നുണ്ട്, ഇന്നതേ സംസാരിക്കാവൂ എന്ന് പറയുന്നത്. അതിനേക്കാൾ മുൻഗണന കൊടുത്തത് സംസാരിക്കുമ്പോഴുള്ള ശൈലിക്കാണ്, ടോണിനാണ്. ഖുർആന്റെ പ്രയോഗം നോക്കുന്ന ഖൗലൻ മഅറൂഫ. മലയാളത്തിന്റെ ഒരു അപര്യാപ്തത മൂലം ഇതിനൊക്കെ നമുക്ക് ഒരൊറ്റ അർത്ഥം പറയാൻ പറ്റുള്ളൂ. മാന്യമായി സംസാരിക്കണം, നന്നായി സംസാരിക്കണം എന്നേ മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ ഇത് പര്യായ പദമായിട്ടല്ല, നിങ്ങൾ പരിശോധിക്കൂ. ഖൗലൻ മഅറൂഫ, നിങ്ങൾ മഅറൂഫായിട്ടേ സംസാരിക്കാവൂ. അതൊരു ശൈലിയാണ്. മാന്യമായി സഭ്യമായി സംസാരിക്കണം എന്നതാണ് അതിന്റെ മലയാളത്തിന്റെ ചെറു ആശയം. ഇത് ഈ മഅറൂഫായി സംസാരിക്കണം എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. അപ്പൊ ഖുർആൻ ഓരോ സ്ഥലത്തും ആ സ്ഥലത്ത് ഏത് ശൈലി ഉപയോഗിക്കണം എന്നതുകൊണ്ട് ആ ശൈലിക്ക് ആ പദമാണ് ഉപയോഗിച്ചത്. രണ്ടാമത് പറഞ്ഞ ഖൗലൻ സദീദ, നിങ്ങൾ സദീദായിട്ടേ സംസാരിക്കാവൂ. നിങ്ങൾ ഖുർആന്റെ ഒരു അത്ഭുതം, സംസാരത്തിൽ നീതി പാലിക്കണം എന്ന് പറഞ്ഞ ഏക വേദഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ. സംസാരത്തിൽ നീതി പാലിക്കണമെന്ന്.
അപ്പൊ നീതി എന്നുള്ളത് സംസാരത്തിൽ പാലിക്കണം. ഞാൻ എല്ലാ ജുമാക്ക് മുമ്പ് യാ യുഹല്ലദീന തഖുന്ന ഹഖ്ക അത് കാര്യം പറയണില്ലേ, ഖൗലൻ സദീദ, നിങ്ങൾ സദീദായിട്ട് പറയണം, നീതി പാലിച്ചുകൊണ്ട് പറയണം. അത് പറഞ്ഞ എവിടെയാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ പറഞ്ഞു ഖൗലൻ ബലീഅ, നിങ്ങൾ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ, ഹൃദയഭേദകമായ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം. ആ സംസാരം എവിടെയാണ്? അത് പറ്റുന്ന സ്ഥലത്തായിരിക്കണം. ഖൗലൻ കരീമൻ, നിങ്ങൾ മാന്യമായി, കരീം അതിന് പിന്നെ ഇല്ല, അത് എവിടെ? അത് പറഞ്ഞ ഒരേ ഒരു സ്ഥലം, അത് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. മാതാപിതാക്കളോട് പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഖൗലൻ കരീമൻ, കരീമായിട്ടേ സംസാരിക്കാവൂ എന്നാണ്. അത് മര്യാദക്ക് സംസാരിക്കണമെന്നല്ലല്ലോ. മര്യാദ എന്നുള്ള പദം നമ്മൾ രണ്ടർത്ഥത്തിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലല്ല ഖുർആൻ ഉപയോഗിച്ചത്. ഖൗലൻ മൈസൂറ, കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിക്കണം. ഖൗലൻ അലീമ, അലീമായി സംസാരിക്കണം. അലീം എന്ന് പറഞ്ഞ ഖുർആൻ ഉപയോഗിച്ചത് മഹത്തായ രൂപത്തിൽ സംസാരിക്കണം. ഇവിടെ അലീമല്ല, ഇവിടെ ഗുരുതരമായ സംസാരം, ഗുരുതരമായ സംസാരം. അപ്പൊ ചില സംസാരങ്ങൾ ഗുരുതരമാണ്, ഗൗരവത്തോടു കൂടി കാണണം. ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ സൗമ്യമായിട്ടേ സംസാരിക്കാവൂ. ഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നിങ്ങൾ നല്ലത് സംസാരിക്കാം. നോക്ക്, ഈ പറഞ്ഞത് മുഴുവൻ നമ്മുടെ സംസാരത്തിന്റെ ശൈലിയെ കുറിച്ചിട്ടാണ്. ഈ സ്ഥലത്തൊന്നും നിങ്ങൾ സത്യസന്ധമായി സംസാരിക്കണം എന്ന് പറഞ്ഞത് കാണൂല്ലോ. അതെന്താ പറയാറുന്നത്? അത് പറയണ്ട, കാരണം അതേ സംസാരിക്കാവൂ. അതുകൊണ്ടാണ് അതേ സംസാരിക്കാവൂ. ഈ പറഞ്ഞ സ്ഥലത്ത് 8ഓളം സ്ഥലത്ത് ഈ പറഞ്ഞ ശൈലികൾ ഉപയോഗിച്ചത് നിങ്ങൾ സംസാരിക്കണം, സത്യസന്ധമായി സംസാരിക്കണം എന്ന് ഖുർആൻ പറയാത്തത്. സത്യസന്ധമായേ സംസാരിക്കാവൂ, സത്യമേ സംസാരിക്കാവൂ. സത്യമല്ലാത്തൊന്നും സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല. അനുവദിക്കപ്പെട്ട സംഗതിയിൽ മാത്രമേ വിശദീകരണം ആവശ്യമുള്ളല്ലോ. അനുവദിക്കപ്പെട്ട സംഗതിയിൽ എന്തിനാ വിശദീകരണം? അപ്പൊ ഇത് ഈ ടോൺ വലിയ കാര്യമായതുകൊണ്ട് ഖുർആൻ ശൈലിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ശൈലിക്ക് വലിയ ഗുണഫലങ്ങൾ ഉണ്ടെന്നാണ്. അവനവന് തന്നെ ഉണ്ടാവും, മറ്റുള്ളവർക്കും ഉണ്ടാവും. ഉദാഹരണമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, മൂസ നിങ്ങൾ രണ്ടുപേരും ഫിറഔന്റെ അടുത്തേക്ക് പോകണം. ഫിറഔൻ ആ നാട്ടിലെ ഏറ്റവും കൊടിയ ധിക്കാരിയും സ്വേച്ഛാധിപതിയും ഏകാധിപതിയുമാണ്. അതിനേക്കാൾ ഒരു മോശമായ ആൾ ലോകത്ത് ഇപ്പം നിലനിൽക്കുന്നു വന്നിട്ടില്ല. പക്ഷെ ഫിറഔന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ പറഞ്ഞ സൗമ്യമായിട്ടേ സംസാരിക്കാവൂ. എന്താ കാരണം? അയാൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ആരുമായാലും ശരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരിക്ക് കൊടുക്കേണ്ട ആദരവ് ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ സംസാരിക്കണം. മൂസാ നബിയുടെ പ്രകൃതം അള്ളാഹുവിനെ നന്നായി അറിയാം, അതുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ മൂസ, നീ ഒരു പക്ഷേ സൗമ്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ, നിന്റെ ടോൺ ഒരു മാന്യമായി സൗമ്യമാണെങ്കിൽ മാറി ചിന്തിക്കാൻ ഇട വന്നേക്കാം എന്നാണ്. നോക്കൂ, അപ്പൊ സംസാരത്തിന്റെ ശൈലി മറ്റുള്ളവരിലെ ഗുണപരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ശൈലി മോശമായാലോ? പറയുന്ന സംഗതി എല്ലാം ഹക്കാണ്, സത്യമാണ്. പക്ഷെ ശൈലി മോശമായി കഴിഞ്ഞാൽ ആരും അത് ഉൾക്കൊള്ളൂല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഫിറഔനോട് പോലും സംസാരിക്കുമ്പോൾ നിന്ന് സൗമ്യമായി സംസാരിക്കണം. അതിന്റെ ഫലമാണ് അവൻ മാറി ചിന്തിക്കാൻ ഒരു ഇട വന്നേക്കാൻ. പക്ഷെ ഫിറഔൻ മാറി ചിന്തിച്ചില്ല. പക്ഷെ അതിന് ഫലമാണ് ഉണ്ടായി. ഫിറഔന്റെ കുടുംബത്തിലെ മറ്റൊരാൾ അത് ചിന്തിക്കാൻ പ്രേരകമായി മൂസാ നബിയുടെ സംസാരം കേട്ടപ്പോൾ അയാൾ മൂസാ നബിയിൽ വിശ്വാസിയായി, ആകർഷനായി, മൂസാ നബിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു ഖുർആൻ പറയുന്നുണ്ട്. ഇനി നമ്മളിൽ തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സംസാരത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും നീതി പാലിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നേട്ടമുണ്ട്. ആ നേട്ടം എന്താ? യുസ്ലിഹ ലക്കും അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തികൾ താനേ നന്നാകും. അപ്പൊ നമ്മുടെ സംസാരം ക്ലിയർ ആണെങ്കിൽ, സത്യസന്ധവും ആത്മാർത്ഥവും നീതിപൂർവമാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ പ്രവർത്തികൾ നന്നായി മാറും. അങ്ങനെ പ്രവർത്തികൾ നന്നായാലും ദുനൂബക്കും, പാപങ്ങൾ പുറത്തു വരും.
രണ്ട് നേട്ടങ്ങളാണ്. ഇനി നമ്മൾ ആ ആയത്തൊന്ന് തിരിച്ചു മനസ്സിലാക്കുക. സംസാരം മോശമാണെന്ന് വിചാരിച്ച പ്രവൃത്തികൾ നന്നാവോ? ഇല്ല, പ്രവൃത്തി വളരെ മോശമാവും. പ്രവൃത്തി മോശമായ മഗ്ഫിറത്ത് കിട്ടുമോ? മഗ്ഫിറത്ത് കിട്ടൂല. അപ്പൊ മഗ്ഫിറത്ത് ആത്യന്തികമായി മാറാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വമേധയാ നന്നായി വരാൻ എന്ത് വേണം? സംസാരം ക്ലിയർ ആക്കണം എന്നതാണ് ഖുർആൻ പറ. അതാണ് ഞാൻ പറഞ്ഞത്, സംസാരത്തിന്റെ ശൈലി ശ്രദ്ധിച്ചാൽ തന്നെയും അത് മറ്റുള്ളവരിലും നമ്മിലും ഒരുപാട് ഫലങ്ങളും ഗുണഫലങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുന്ന അർത്ഥം. അതുകൊണ്ടാണ് ശൈലി വലിയ പ്രത്യേകത ഉണ്ട്. മാതാപിതാക്കൾ വലാ തക്കുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത് പറഞ്ഞ എന്താണ്? അതെ, ചില പ്രയോഗങ്ങൾ വലിയ വേദന ഉണ്ടാക്കുന്ന ആളൊന്നും ചെയ്തില്ലെങ്കിൽ ഖുർആൻ എത്ര കൃത്യമായി പറഞ്ഞതാ. ചില പ്രയോഗങ്ങൾ, പദപ്രയോഗങ്ങൾ, ശൈലികൾ അവരിൽ വലിയ വേദനയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളോട് നിങ്ങൾ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ സഭ്യമായിരിക്കണം, മാന്യമായിരിക്കണം. അവർക്ക് പ്രയാസം തോന്നുന്ന, അസ്വസ്ഥത തോന്നുന്ന പദപ്രയോഗങ്ങളോ ശൈലിയോ ഒന്നും പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഒറ്റ വാക്ക് ഉഫിൻ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാണാം. വൈലുലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കുത്തി പറയരുത്. ചില ആളുകൾക്ക് അതൊരു ഹരാം. ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുമ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ ഓഡിയൻസിനെ എല്ലാവരെയും തുല്യമായി കാണാനും ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമല്ലോ. ചിലപ്പോൾ എനിക്ക് ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് പോലും തോന്നരുത് ഇന്ന് ഉസ്താദ് പറഞ്ഞത് മനപ്പുറം എന്നെ കുറിച്ചിട്ടാണ് അയാൾക്ക് പോലും തോന്നരുതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പല ആൾ വ്യക്തിപരമായി പറയേണ്ട സാഹചര്യം വന്നാൽ നബി എന്ത് ചെയ്യുന്നോ? എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കും, എന്താണ് ചില ആളുകളുടെ അവസ്ഥ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് അയാൾക്ക് ബോധ്യപ്പെടും പിന്നീട്. അപ്പൊ ആളുകൾക്ക് ദ്വയാർത്ഥങ്ങൾ വരുന്ന അല്ലെങ്കിൽ കുത്തി പറയുന്ന, പറഞ്ഞത് എന്നെ കുറിച്ചിട്ടാണ് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംസാരം പോലും നടത്തണം. അത്തരം ആളുകൾക്ക് നാശം എന്ന് ഖുർആൻ പറഞ്ഞത്. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, ആളുകളെ കുത്തി പറഞ്ഞുകൊണ്ട് ദ്വയാർത്ഥങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് സംസാരത്തെ ഇടയ്ക്ക് പറയില്ല പോകുന്നു, അയാൾക്കൊരു തട്ട് കൊടുത്തു. അതൊന്നും ഒരു വിശ്വാസിക്ക് പാടില്ലല്ലോ. നമ്മൾ നേർക്ക് നേരെ സത്യസന്ധമായി, അതുകൊണ്ടാണ് അത് അനീതിയുടെ സംസാരമാണ്. ഈ പറഞ്ഞതൊക്കെ അനീതിയുടെ സംസാരമാണ്, അത് വിശ്വാസികൾക്ക് പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഫബിമാ റഹ്മത്തി മിനല്ലാഹി ലിൻത ലഹും, നബിയെ നീ അവരോട് നിന്റെ സംസാരത്തിന്റെ ശൈലി നന്നായത് കൊണ്ടാണ് ഇത്രയും ലക്ഷങ്ങൾ നിന്റെ മുമ്പിൽ ചുറ്റും കൂടിയത്. നിന്റെ സംസാരത്തിന്റെ ശൈലി മോശമായിരുന്നെങ്കിൽ ഇവരൊക്കെ നിന്നെ വിട്ടേച്ച് പോകുമായിരുന്നു. നോക്കൂ, നബി സത്യസന്ധനായ പ്രവാചകനാ. നബിയുടെ കയ്യിൽ പ്രവാചകത്വത്തിന് എല്ലാം മോചിതത്വം ഉണ്ട്. ആ മോചിതത്വം കണ്ടുകൊണ്ട് മാത്രം ആളുകൾ നബിയിലേക്ക് ആകർഷിതരാകുമെന്നില്ല. പക്ഷെ നബിയുടെ ശൈലി ആകർഷണീയമായിരുന്നു. ശത്രുവിന്റെ എതിരാളികളുടെ കയ്യടി വാങ്ങിയിട്ട് പോയ ലോകത്തെ ഏക നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എതിരാളികളുടെ പോലും പ്രശംസക്കും കയ്യടികൾക്ക് അർഹരാകണമെങ്കിൽ ആകർഷണീയമായ സംസാരവും ശൈലിയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പൊ സംസാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയോ? ശൈലിയാണ്. ശൈലി നമ്മൾ ശ്രദ്ധിക്കണം. മോശമായ ശൈലിയും പദപ്രയോഗങ്ങളും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗമുണ്ട്, എന്ത് സംസാരിക്കണം എന്നുള്ളതാണ്, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തു. അപ്പൊ പറഞ്ഞു, മുആദ് നീ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ അമലും ചെയ്ത് നിന്റെ നാവ് മോശമായി കഴിഞ്ഞാൽ അവസാനം ഈ നാവ് കാരണം നീ നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ മുആദ് പറഞ്ഞു, നബിയെ ഈ ഒരു ചെറിയ സംസാരത്തിന്റെ പേരിൽ പടച്ചോൻ ഞങ്ങൾ പിടിച്ചു നിർത്തുമെന്ന്. അപ്പൊ നബിക്ക് വളരെ രോഷം കൊണ്ട് നബി ചോദിക്കുകയാണ്, വഹൽ യക്ബുന്നാസ് അലാ വുജൂഹിഹിം ഫിന്നാരി ഇല്ല ഹസായിദു അൽസിനതിഹിം. മുആദേ എന്തായി പറയുന്നത്?
ജനങ്ങളിൽ മഹാഭൂരിഭാഗം ആളുകളും നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് നാവിന്റെ സമ്പാദ്യം മൂലമാണെന്നാണ്. നരകത്തിൽ പോകുന്നല്ല, നരകത്തിൽ മുഖം കുത്തി വീഴുന്ന പറഞ്ഞത്. നരകത്തിൽ വീഴുന്ന അവസ്ഥയിലേക്ക് അതിനേക്കാൾ ധൈര്യമാണ്. മുഖം കുത്തി വീഴും. ആ മുഖം കുത്തി വീഴുന്ന കാരണം എന്താണ്? നാവിന്റെ സമ്പാദ്യം മൂലമാണ്. നാവ് ഉണ്ടാക്കി നേടിക്കൊടുത്ത നേട്ടങ്ങൾ കൊണ്ട് മാത്രമേ, അതിന്റെ ഫലങ്ങൾ കൊണ്ടാണ് അവൻ നരകത്തിൽ പോയത്. അപ്പൊ നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാവ് നമ്മുടെ നരകത്തിൽ കൊണ്ടുപോയി മുഖം കുത്തി നമ്മളെ വീഴ്ത്തും. ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്. അതുകൊണ്ട് എന്ത് വേണം? ഒരു മനുഷ്യന്റെ ഹൃദയം നന്നായാൽ നാവ് നേരെയാകും. എന്ന് പറഞ്ഞാൽ നാവ് നേരെയാണ്, ഹൃദയം നേരെയാകും. അയാളുടെ പ്രവൃത്തി എങ്ങനെ നന്നാവുക? ഹൃദയം നന്നായതാണെങ്കിൽ പ്രവൃത്തി നന്നാവും. നാവ് നന്നായാൽ ഹൃദയവും നന്നാവുന്ന. അപ്പൊ നാവ് നമ്മുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ അഭേദ്യമായി ബന്ധമുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരിക്കൽ സഹാബി നബിയോട് ചോദിച്ചു, നബിയെ മൻ നജാത്ത്, എന്താണ് എനിക്കൊരു രക്ഷ എന്നാണ്. നിങ്ങൾ ആ ചോദ്യത്തിന്റെ ശൈലി ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു അപരിചിതമാണ് ചോദിക്കുക, നബിയെ എനിക്ക് രക്ഷ എന്താണെന്നാണ്. അത് രണ്ട് തരത്തിലെ രക്ഷ. ഒന്ന്, ഇഹലോകത്തെ ഒരു രക്ഷയും സുരക്ഷിതത്വം, ഒരു സംരക്ഷണം എനിക്ക് കിട്ടണം. പരലോകത്തും എനിക്കൊരു രക്ഷ കിട്ടണം. അതിന് എന്താ നബി മറുപടി പറയാ? നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു രക്ഷ വേണം, ഒരു രക്ഷാമാർഗം. നിങ്ങൾ പറയുന്നത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തും എനിക്കൊരു സുരക്ഷിതത്വം ഒരു രക്ഷയും കിട്ടണം, പരലോകത്തും കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണിക്കൊടുക്കാൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. നബി ഒരൊറ്റ ഉത്തരം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത തരവോ. വലിയ ആശയങ്ങൾ ചെറിയ പദങ്ങളിൽ ഒതുക്കി നബി സംസാരിക്കും. അത് എല്ലാ പ്രവാചകന്മാർക്കും അങ്ങനെയാണ്. ജവാമിഉൽ കലാം എന്ന് അതിന് അറബി പറയാം. വലിയ ആശയമായിരിക്കും. ആ ആശയം ചെറിയ പദങ്ങളിൽ പറയാനുള്ള പ്രത്യേകമായ ദൈവികമായ കഴിവ് പ്രവാചകന്മാർക്കുണ്ട്. അപ്പൊ ഇയാൾ ഇത് എന്താണ് ആത്യന്തികമായ രക്ഷ എന്നാ. അപ്പൊ നബി പറഞ്ഞത് ഉത്തരം എന്താ? അംസിക അലൈക ലിസാനക, നാക്കിനെ പിടിച്ചോന്ന. നാക്കിനെ പിടിച്ചാല് ഇവിടെ രക്ഷപ്പെടും, പരലോകത്ത് രക്ഷപ്പെടും. വേറെ ഒരൊറ്റ ഉത്തരവില്ലാതെ. ആ ഉത്തരം എത്ര കൃത്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര വിശാലമായ അർത്ഥത്തിന്റെ ഉത്തരവുണ്ടോ. നാവിനെ പിടിച്ചോ നീ രക്ഷപ്പെടൂ എന്നർത്ഥം. നാവിനെ പിടിച്ചില്ലെങ്കിലോ നീ ഇടങ്ങേറാവും. അപ്പൊ നാവിനെ നിയന്ത്രിക്കും. അംസിക്ക് എന്ന പദം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എവിടെ ഉപയോഗിച്ചെന്നറിയുക? നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. എന്താ നോമ്പ് എന്ന് പറഞ്ഞാൽ? ഇംസാക്കു ത്വആമു വശറാബ്, ആഹാരപാനീയങ്ങളും പിടിച്ചു വയ്ക്കുന്നതിനാണ് നോമ്പ്. അതേ പദമാണ് ഇവിടെയും പറഞ്ഞത്. അത്രയും കൃത്യമായി പിടിച്ചു വച്ചോ എന്നർത്ഥം. അവയവം ചെറുതാണ്, അപകടം വലുതാണ് തിരിച്ചറിയുന്നത്. ഇത് പറയുമ്പോ കൂട്ടത്തിൽ ഈ നമ്മുടെ നാവ് നമ്മുടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിവോ? ഒരു വിദേശ പക്ഷിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് സ്ഥലം ഓർമ്മയില്ല. ആ പക്ഷിക്കുള്ളൊരു ദൗർബല്യം എന്താണെന്നറിവോ? ആ പക്ഷിയുടെ നാവ് വായിൽ കിടന്ന് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു കളകള ശബ്ദം ഉണ്ടാക്കി അടങ്ങിയിരിക്കില്ല. അപ്പൊ ഈ പക്ഷിക്ക് ചുറ്റും പക്ഷിയുടെ ഇണയും കുഞ്ഞുങ്ങളും ഈ പക്ഷികൾ കൂടെയാണ് സഞ്ചരിക്കുക. ഇവർക്കൊക്കെ ഉണ്ടാ ഒരു ദൗർബല്യം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരെ പെട്ടെന്ന് വേട്ടയാടി പിടിക്കാൻ എളുപ്പമാണ്. കാരണം ഇവർ എവിടെ ഉണ്ടെങ്കിലും അറിയും. എപ്പോഴും നാക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ശബ്ദം പുറത്തേക്ക് വരും. പക്ഷെ അതിന് അത്ഭുതം എന്താ? അങ്ങനെ ഈ പക്ഷിയെ വീക്ഷിച്ച പക്ഷി നിരീക്ഷകന്മാർ കണ്ടെത്തിയത് ചില സമയങ്ങളിൽ ഈ പക്ഷിയുടെ ശബ്ദം പുറത്തേക്ക് വരൂല എന്നാണ്. അപ്പോൾ ഇവരെ കണ്ടെത്തി പക്ഷിയെ നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഈ പക്ഷിയുടെ വായിലൊരു കല്ലുണ്ടെന്നാണ്. ഈ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഈ പക്ഷി സ്വമേധയാ ഒരു കല്ലെടുത്ത് വായിലേക്ക് ഇടാൻ. എന്തിനാ? നാവ് അടങ്ങിക്കിടക്കാൻ. ഒരു മിണ്ടാപ്രാണിയുടെ സൂക്ഷ്മതയാണെന്ന് അർത്ഥം. ആ പക്ഷിക്ക് അത് ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള അവനവന്റെ ജീവിതം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വായിൽ കല്ലിട്ടില്ലെങ്കിൽ നമുക്ക് മാത്രം ഈ സമൂഹവും കൂടി രക്ഷപ്പെടണം. നമ്മുടെ നാവിൻ്റെയൊക്കെ ദോഷം കൊണ്ട് നമുക്ക് മാത്രമല്ലല്ലോ ദോഷമുള്ളൂ.
നമുക്കല്ലാത്ത എല്ലാവർക്കും ദോഷമായിരിക്കും. അതുകൊണ്ട് നബി പറഞ്ഞു അൽ മുസ്ലിം, ആരാ ശരിയായ മുസ്ലിം? മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി, ആദ്യം പറഞ്ഞു നാക്കിൽ നിന്ന് രക്ഷണം, പിന്നീട് പറഞ്ഞു യദിഹി, പിന്നെ കയ്യിൽ നിന്ന്. അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവര് സുരക്ഷിതരായിരിക്കണം. നമ്മുടെ നാവിന്റെ ഇരകളായി മാറരുത് മറ്റുള്ളവർ. അപ്പൊ ആ മിണ്ടാപ്രാണി കാണിക്കുന്ന ഒരു ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇത്ര വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്നപ്പെടുന്നു. അപ്പൊ നാവിനെ അതുകൊണ്ടാണ് നബി എന്താ പറഞ്ഞത്? ഫലക്കുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് പറയാനില്ലെങ്കിൽ മിണ്ടാതിരുന്നോ എന്നാ. അപ്പൊ നമുക്കതേ ഉള്ളൂ, ഒന്നും നല്ലതല്ലേ മിണ്ടരുത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചിട്ടോ, നമ്മൾ പറയാത്ത ഒരു കാര്യത്തിന് പിന്നെ നമുക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. അല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഖേദം തോന്നിയിട്ടില്ല, പറഞ്ഞു പോയതിനെ കുറിച്ച് ഖേദിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ പറയാതിരുന്നാ മതി. ആളുകൾ എന്താ പറയാ, അയാൾ കുറച്ചു മതം സംസാരിക്കോളൂ, മതി. ആവശ്യമുള്ളത് പറയാം, ആവശ്യത്തിന് മാത്രം പറയാം, ആവശ്യമായ രൂപത്തിൽ പറയാം. അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരു മനുഷ്യൻ രാവിലെ ഉണരുമ്പോൾ ഫഇന്നൽ അഅ്ളാഹ കുല്ലഹാ തുകഫിറു ലിസാൻ, മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും നാക്കിനോട് പറയത്രേ. എന്താ പറയുന്നത്? ഇത്തഖില്ലാഹ ഫീന, ദയവ് ചെയ്ത് അള്ളാഹുവിനോർത്ത് ഞങ്ങളുടെ വിഷയത്തിൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് എല്ലാ അവയവവും നാവിനോട് പറയാം. എന്താ കാരണം? നീ മര്യാദക്കാണ്, നേരെയാണെങ്കിൽ ഞങ്ങളും നേരെ, ഞങ്ങളെ ഇടങ്ങേറാക്കരുത് എന്നാണ് അത് പറഞ്ഞ അർത്ഥം. അപ്പൊ നേരം വെളുക്കുമ്പോൾ മറ്റുള്ള എല്ലാവരും പറയണം, ഇന്നെങ്കിലും ഒന്ന് മര്യാദക്ക് നിൽക്കണം കേട്ടോ എന്ന് നാക്കിനോട് പറയൂന്ന്. ഇതിപ്പോ ആലങ്കാരികമായിട്ടാണോ യാഥാർത്ഥ്യമായിട്ടാണോ എന്തുമായിക്കൊള്ളട്ടെ, അതൊരു വസ്തുതയല്ലേ. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാ അവയവങ്ങളും, അതുകൊണ്ടാണ് പരലോകത്ത് വരുമ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആകെപ്പാട് കിട്ടുന്ന ചാൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും നാവ്. അതുകൊണ്ട് ഞാൻ അതാണ് ശീല ചെയ്യുന്ന. അവിടെ നമ്മുടെ കൂടെ നിൽക്കാൻ വാദിക്കാൻ നിൽക്കും. അതുകൊണ്ട് കയ്യും കാലൊക്കെ സംസാരിക്കട്ടെ, അപ്പൊ അറിയാം യഥാർത്ഥ സ്വഭാവം നിങ്ങൾ ആരായിരുന്നു എന്ന്. നമ്മുടെ കൈകാലുകൾ നമുക്കെതിരെ പറയും. അതിനെന്താ പറയുക? ഒരൊറ്റ മാർഗമുള്ളൂ, നാവിനെ സൂക്ഷിക്കാം, സംസാരത്തിന്റെ ശൈലി സൂക്ഷിക്കാം. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളുടെ ഹൃദയത്തിന് മുറിവേൽക്കരുത്. പദപ്രയോഗങ്ങൾ കൊണ്ടുപോലും അങ്ങനെയാണെങ്കിൽ പരലോകത്ത് നമുക്ക് രക്ഷ ആ മാർഗം മാത്രമുള്ളൂ. പരമാവധി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം, ഇദാ കദബൽ അബ്ദു, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞാൽ, കളവ് പറയാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കളവ് പാടില്ലല്ലോ. നബിയോട് ചോദിച്ചൊരിക്കേ, നബിയെ ഒരു മുസ്ലിമിന്റെ പക്കൽ അയാള് പിശുക്കനാകുമോ? അപ്പൊ നബി പറഞ്ഞു, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പിശുക്ക് അയാളിൽ വരാം. അയാൾ ദുർബലനാകുമോ? അതും സംഭവിക്കാം. അയാളുടെ പക്കൽ നിന്ന് വേറെ എന്തെങ്കിലും തിന്മ വരുമോ? ചിലപ്പോ പറ്റിയേക്കാം. ഒരു മുഅ്മിൻ കളവ് പറയോ? ഇല്ല, അത് പറയില്ല. മുഅ്മിനാണെങ്കിൽ കളവ് പറയില്ല എന്നർത്ഥം. ബാക്കിയെല്ലാം സംഭവിച്ചേക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുഅ്മിനാണ്. നമ്മുടെ കളവ് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ എന്ന ആ ഗ്രാഫ് താഴേക്ക് പോരും. മുഅ്മിൻ എന്ന ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് ചാടി പോയി എന്നർത്ഥം. ഇപ്പൊ നബി പറയാണ്, ഒരാള് കളവ് പറഞ്ഞാൽ തബാഅദ അനഹുൽ മലക്കു, മലക്കുകൾ അവനിൽ നിന്ന് അകന്നു നിൽക്കും. മൈലൻ, ഒരു മൈല, മിന്നത്തിനി മാ ജാഅ ബിഹി, അവൻ പറഞ്ഞ കളവിന്റെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ മലക്കുകൾ മാറി നിൽക്കൂന്ന്. ഇതെന്തായി പറഞ്ഞത് അർത്ഥം തരുമോ? ഒന്ന്, നമ്മുടെ ദുഷിച്ച സംസാരങ്ങൾക്ക് ദുർഗന്ധം ഉണ്ടെന്നർത്ഥം.
ദുർഗന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോണ പ്രധാനപ്പെട്ട 2 വിസർജ്യങ്ങൾ, അതിൻ്റെ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റുമോ? പക്ഷെ പടച്ചോൻ കാത്ത് നമ്മുടെ സംസാരത്തിലെ ദുർഗന്ധം ഒതുക്കി വച്ചേക്കാം, നമുക്ക് മാത്രം അനുഭവിക്കില്ല. ആ ദുർഗന്ധം കാരണം ഏത് മലക്കാന്നറിയാവോ? നമുക്കൊക്കെ ഒരു സംരക്ഷകരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന നമ്മുടെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി. സൂറത്ത് റൂമിൽ പറയുന്നുണ്ട്, ലഹു അഖ്ബാത്തു മിൻ ബൈന യദൈഹി, മനുഷ്യനെ സംരക്ഷിക്കും. ഇവരാണ് മാറിപ്പോണത്, നിൽക്കാൻ പറ്റൂല. കോർപ്പറേഷന്റെ വണ്ടി പോണതിനേക്കാൾ ദുർഗന്ധമായിരിക്കും നടക്കും. അപ്പൊ നമ്മുടെ ദുർഗന്ധം, നമ്മുടെ വിസർജ്യത്തിന്റെ ദുർഗന്ധം നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് സംസാരത്തിന്റെ ദുർഗന്ധം മൂലം മലക്കുകൾ പോലും മാറി നിൽക്കുന്ന. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച മലക്കുണ്ടാവും അവിടെയൊക്കെ അടുത്തോളൊക്കെ. കരുതിയിരിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാക്കട്ടെ. രോഗികളായ ആശുപത്രിയിൽ വീടുകൾ കഴിഞ്ഞുകൂടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു മഗ്ഫിറത്തും അർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഇന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് ഒരു മരണ വാർത്ത കേട്ട പോകുന്നത്. എനിക്ക് ഏറെ സുപരിചിത വ്യക്തിപരമായി ബന്ധമുള്ള ഒരു പ്രിയ സുഹൃത്ത്, എന്നേക്കാളും ഞാൻ പ്രായം കുറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് ജോലിക്ക് വരുന്ന വഴിക്ക്, 2 വീലർ വരുന്ന വഴിക്ക് ഒരു വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് അദ്ദേഹം ഓഫീസിലെത്തുന്ന മുമ്പ് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം വെച്ചാൽ വ്യക്തിപരമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം വിവാഹം അന്വേഷിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ സംഗതി ഒരു യത്തീമായൊരു പെൺകുട്ടീനെ സംഘടിപ്പിച്ച് തരണതാണ്. അപ്പോൾ എന്താ, ആ കുടുംബവും കൂടി സംരക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെ തെരഞ്ഞു പിടിച്ച് ആ ചെറുപ്പക്കാരെ വിവാഹം കഴിച്ച്, പെൺകുട്ടിയുടെ വല്യപ്പയാണ് കൂടെ ഉള്ളത് എനിക്ക് തോന്നുന്നു. ചെറിയ 2 കുട്ടികളും ഉണ്ട്. വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അത്രയൊക്കെയുള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥ എന്നർത്ഥം. നമുക്ക് തോന്നും ഞാൻ വലിയ ആളാണെന്നൊക്കെ തോന്നും, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താ വേണമെന്നറിയുക, ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വ്യക്തിപരമായി കണ്ട് പിരിയുമ്പോഴേ എന്ന് ഓർമ്മിക്കാൻ പറ്റിയ ഒരു നല്ല സംസാരം നടത്തി പിരിയണം. അതായി പറയുന്നത് അർത്ഥം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا للكتاب والسنة ومتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم.